നമ്മള് മേൽക്കോട്ട പോവാണ്. മേൽക്കോട്ട ഇവിടെ അടുത്തുള്ള നമ്മളെ വണ്ടി ഇതാ നമ്മളെ അനീസിന്റെ ഡൊമിനറാണ്. അപ്പൊ ഇവിടെ ചെരുപ്പ് ഊരാണെന്നാ പറഞ്ഞത്. 2500 ചെരുപ്പക്കാരൻ കൊണ്ടുപോകാന്നാവും. അങ്ങനെ നമ്മൾ മേൽക്കോട്ട കയറാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടെ പൂജയൊക്കെ എന്തോ നടക്കുന്ന സ്ഥലമാകുന്നുണ്ട് എല്ലാ ദിവസവും. ഞാനാണെങ്കിൽ ആകെ ഉറക്കം പിടിച്ച് കണ്ട് ഇന്നലെ രാത്രി കിടക്കാനും നേരം വെച്ച് രാവിലെ നേരത്തെ പോയതുകൊണ്ട് ആകെ ക്ഷീണമുണ്ട്. ഇതൊരു ഫസ്റ്റത്തെ ഒരു എൻട്രൻസാ തോന്നുന്നുണ്ട്. അതായത് ഇതൊരു പണ്ടത്തെ രാജാക്കന്മാരുടെ സ്ഥലമാവും അത്. പരിച അതിനെ ചരിത്രം എന്ത് പറയുന്നു എനിക്ക് അറിയില്ല. പക്ഷേ എന്റെ അഭിപ്രായത്തില് പണ്ട് ഒരു 10 കൊല്ലം മുന്നേ സാമൂതിരി നമ്പൂതിരി തറവാട് കോവിലിൽ ഇവിടെ ഇഷ്ടം പോലെ കുളങ്ങളുണ്ട്. ഇത് രാജഭരണപ്പെട്ട കാലത്ത് രാജകുടുംബത്തിൽപ്പെട്ട ഓരോരുത്തർക്കും ഓരോ കുളം വെച്ചാണ് തോന്നുന്നുണ്ട് വീതിച്ചെടുത്തേന് കുളിക്കാറ്. അവിടെ ഞങ്ങൾ കണ്ട അക്ക തങ്കിക്കുളം. അപ്പൊ അക്കക്കായിട്ടൊരു കുളം തങ്കിക്കായിട്ടൊരു കുളമാണ്. ഇതൊരു 350 സ്റ്റെപ്സ് വരുന്നുണ്ട് മേലെത്താന്. പക്ഷെ നമ്മൾ വണ്ടിയായിട്ട് പകുതിയോളം കയറി അവിടെ പാർക്ക് ചെയ്തിട്ടാണ് വന്നത്. അതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. അവിടെ വലിയൊരു കുളമുണ്ട്. ഇത് ഇറങ്ങി വന്നിട്ട് നമ്മൾ കുളത്തേക്ക് എന്തായാലും പോകുന്നതാണ്. സൺറൈസ് കാണാൻ മറ്റോടത്തും തുടങ്ങിയതാണ് ജുറേജ് സർക്യൂട്ടല്ലേ. വന്നിട്ടില്ല. സൺറൈസ് എത്തിയോ? വാട്ട് എ വ്യൂ ഗൈസ്. നല്ല താഴ്ച ഉണ്ട് ഇവിടെ നിന്നുണ്ട്. പിള്ളേർ നമ്മളെ കൂടെ കയറുന്നുണ്ട്. അവരൊക്കെ അവിടെ എത്തി. മുബാരിസാ കുറച്ച് ബാക്കിലായി പോയി ഗൈസ്. കുഴങ്ങിട്ടോ ഇത്ര പടി കയറിയപ്പോത്തിന്. ഇതാണ് ഇവിടുത്തെ അതിമനോഹരമായ മേൽക്കോട്ട വ്യൂ പോയിന്റ്. ഇത്ര കയറിയിട്ടുള്ളൊരു അഭിപ്രായം എന്താ ചോദിക്കണമല്ലോ. എന്താ വിജയ് പാടേ? ഫ്രൈഡേസൊക്കെ വന്നല്ലോ. സൺറൈസ് കാണിച്ചു കൊടുത്തോ? കാറ്റടിച്ച് സബ്സ്ക്രൈബർക്ക് സൺറൈസ് കാണിച്ചു കൊടുക്കും മിസ്റ്റർ ജിസാൻ. നമ്മൾ താഴോട്ട് ഇറങ്ങാൻ പോവാണ്. നമ്മളിവിടെ ഒരു കുളം ഉണ്ട്. അവിടെ പോകാൻ നിൽക്കണം. ശ്രദ്ധിച്ചിറങ്ങിയ വ്യൂ കിട്ടോ. കുളം കാണാൻ നമ്മൾ പോണേ. നമ്മളിപ്പോ ഒരു പുരാതനമായൊരു ക്ഷേത്രമാണിത്. ഇവിടുത്തെ ഒരു ദേവിയാണിത്. ഫുള്ള് പൂജകൾ ഭയങ്കര അമ്പലവും കാര്യങ്ങൾ തന്നെ ഇവിടെ ഉള്ളു. എല്ലാം ആ രീതിയിലാണ്. കുളിച്ചാലോ നമ്മളെ? ചാടിയാലോ? വരുത്ത ചാടിയാലോ? ഫോട്ടോ കളിക്കണ്ടേ? വിശാലമായൊരു ചാടിയാലാ? കുളിച്ചാലോ എന്നൊരു പ്ലാൻ ഉണ്ട്. പണ്ടത്തെ രാജാക്കന്മാരൊരു കൊള തോന്നുന്നുണ്ട്. ആ ഒരു പ്രൗഢി ഗംഭീരമായ ഒരു വിശാലമായൊരു കുളമുണ്ട്. അതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഇവിടെ എന്താ പറ്റിയ? പിന്നെ ഇവിടെ വെറും ഭയഭക്തിയാണ്. ഇവിടെ പൂജ ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ ചാടി കുളിക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്. നല്ല ഫിഷ് ഉണ്ട് ഫുള്ള്. നമ്മൾ നേരെ എടുക്കാൻ പോണേ? പുലരാ, ഇന്നത്തെ ട്രിപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സെറ്റ് നമ്മ വ്ളോഗായിട്ട് ഇറക്കണം. ഇന്നത്തെ ട്രിപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വെരി ഫാന്റാസ്റ്റിക് ആൻഡ് എലാസ്റ്റിക് പ്ലാസ്റ്റിക്. അങ്ങനെ ജുറേജ് നമുക്ക് വ്ളോഗ് എടുക്കാനുള്ള പരിഗണന മുൻസീറ്റ് വിട്ടെന്നിരിക്കുന്നു. അങ്ങനെ നമ്മൾ ചായ അടിക്കാൻ വന്നതാണ് ഇവിടെ.
അതില് ചെറിയൊരു എയർപിൻ വളവൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ ചാടിക്കാൻ വന്നതാണ്. വെറൈറ്റി ചായ ആർക്കും വേണ്ട, ബൂസ്റ്റ് അത് ചായ അത്തുട്ടി ഒരു ചായ എന്ത് പുഷ്ടു. നമ്മളിപ്പോൾ ഇവിടെ ചാടിക്കാൻ വന്നതാണ്. ഇവിടെ ഫുള്ള് നിറച്ച് ഒരുപാട് മയിലുണ്ടായിരുന്നു ഇവിടെ. പക്ഷേ നമ്മളിവിടെ എത്തി വീഡിയോ എടുത്തപ്പോഴത്തേനൊക്കെ ഇവിടെ നിന്ന് ഓടിപ്പോയി. ഇവിടെ ഫുള്ള് മയിലായി. മയിലിനെ സീൻ ചെയ്യാനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. മയിൽ നമ്മളെ ക്യാമറ നമ്മളെ കാണുമ്പോഴത്തേന് ഓടിപ്പോവാണ്. ഇവിടെ രണ്ടെണ്ണമുണ്ട്. വിട്ടുന്ന് സൂം ചെയ്ത് കാണിച്ചാൽ പറ്റും. അതവിടെ നടക്കുന്നുണ്ട് മയിൽ. എവിടെ നോക്കിയാലും സൗണ്ട് കേൾക്കാം മയിലിൻ്റെ. നമ്മളെത്തുമ്പോഴത്തേന് ഓടിപ്പോവാന്നോ ഓടിപ്പോണതാ ഇത്. ഓടി ഇനി ഇവിടുന്ന് അടുത്ത കാലത്ത് നമ്മൾ എവിടേക്കും പോകാമെന്നറിയില്ല. അപ്പോൾ നമ്മളിവിടെ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ്.